സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ബ്രദർ അഖിലും കൂടെ ഉണ്ട്. ഞങ്ങളൊന്നിച്ചാണ് പോകുന്നത്. സോ നമുക്ക് കാണാം. മാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ, മാസ്ക് മസ്റ്റാണ്. പിന്നെ നമ്മൾ നിന്ന സ്ഥലത്ത് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ടും ഇപ്പൊ കാറിനകത്തായതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. എല്ലാ സ്ഥലങ്ങളും നമ്മൾ മാസ്ക് മസ്റ്റായിട്ട് വെക്കണം. നമ്മുടെ പരിസരത്ത് നിന്ന് പോകുമ്പോൾ തന്നെ കട്ടപ്പന കൂടിയിട്ടാണ് പോകുന്നത്. കട്ടപ്പനയിൽ നിന്ന് 15 കിലോമീറ്റർ അടുത്താണ് കാൽവരി മൗണ്ടിലേക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ കട്ടപ്പന പോയിട്ടാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ, മഹീന്ദ്രയുടെ ജീപ്പുകൾ അരങ്ങ് വാഴുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കട്ടപ്പനയ്ക്ക് പോകുന്ന ഈ റോഡെന്ന് പറഞ്ഞാണല്ലോ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. രണ്ട് സൈഡിൽ നല്ല ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന നല്ല അടിപൊളി ഏലക്കാടുകളാണ്. പിന്നെ ഇച്ചിരി വളവും തിരിവൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഫീലാണ് ഡ്രൈവ് ചെയ്ത് പോകാൻ. അല്ലാണ്ടാകില്ലേ ഡേ? ശരിയല്ലേ? എന്തായാലും രണ്ട് ഡയലോഗ് പറഞ്ഞു റോഡിനെ പറ്റി. ഏലം പറ്റി അത് ഈ റോഡെന്ന് പറയുമ്പം നല്ല റോഡാണല്ലോ. അതെ അതെ, റോഡ് എപ്പോഴും നല്ല റോഡായിരിക്കും. പിന്നെ ഏലം ഏലം ഏലക്കായ്ക്ക് നല്ല വില. അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തിയിരിക്കുക കേട്ടോ. കട്ടപ്പന ഇന്ന് എല്ലാ കടകളൊക്കെ അവധിയാണ്, കാരണം ഇത് ഞായറാഴ്ചയാണ്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് അല്ലേ കട്ടപ്പന? ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടൗണാണ് കട്ടപ്പന. അത് ശരി. ഇപ്പം ഇവിടെ നമുക്ക് വലത്തേക്ക് തിരിഞ്ഞാൽ കുമ്പളിക്ക് വീണ്ടും പോവാം. ലെഫ്റ്റേക്ക് തിരിഞ്ഞാൽ ഇടുക്കി, കോട്ടയം, ആ റൂട്ടിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. കട്ടപ്പനയിൽ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുവാണ്. ഇനി ഏകദേശം ഒരു 18 മിനിറ്റും കൂടെ GPS കാണിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? അതിലെ 13 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് 13 കിലോമീറ്റർ 20 മിനിറ്റ് തൊടുപുഴ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടതുണ്ട്. കാൽവരി മൗണ്ട് ഇടത്തേക്ക് 1 കിലോമീറ്റർ, ഇടുക്കി ഡാം 7 കിലോമീറ്റർ. ഇപ്പം നമുക്ക് വലതുവശത്ത് കാണാം, വെൽക്കം ടു കാശ്മീർ ഓഫ് കേരള. കാൽവരി മൗണ്ട് 800 മീറ്റർ മേളിലേക്ക് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഇതേ മേളിൽ നിന്നൊരു വണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ മേളിലേക്കാണ് കയറി പോകേണ്ടത്. ഓക്കെ, സ്ലാബിന് 2 കുഴിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽവരി മൗണ്ട് കയറ്റം കയറുകയാണ് സുഹൃത്തുക്കളെ, കയറുകയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല കോൺക്രീറ്റ് റോഡാണ്. വണ്ടിക്ക് നല്ല ഗ്രിപ്പൊക്കെ കിട്ടും, കയറി പോകാൻ പറ്റും. കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു കേട്ടോ. അകലം ഓഫ് റോഡ് റോഡാണ്, ടാറില്ലാത്ത റോഡാണ്. വണ്ടി കയറി പോകണ്ട, അല്ല ഭയങ്കരമായ കയറ്റമൊന്നുമല്ല. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നമ്മൾ എത്തിയിരിക്കുകയാണ് കാൽവരി മൗണ്ട്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ആടെ ആഭരണങ്ങളൊക്കെ ഒന്ന് അണിഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ മാസ്ക് വെച്ചേക്കാം. ഓക്കെ. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലേ, ഇവിടെ ഉണ്ട് പാർക്കിങ്. എടേ ഡോർ അടക്കടേ, അടക്കേ ഡോർ അടക്കേ. വണ്ടികളൊക്കെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് നിരനിരയായിട്ട്. വണ്ടികളൊക്കെ കയറി വരാന്നുള്ളൂ. ഈ വണ്ടികളെല്ലാം കയറി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നും പാസ്സൊക്കെ എടുത്ത് മേളിലേക്ക് പോകണമെന്നാണ് തോന്നുന്നത്. നമുക്ക് പോവാം. ഇത് ഇങ്ങനൊരു കവാടം കാണാം. ഇതാണ് അവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വ്യൂ പോയിന്റ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത് ടെമ്പററി ക്ലോസ്ഡ് ആണ്, കാരണം ഈ കോവിഡിൻ്റെ ഇതൊക്കെ കാരണം കൊണ്ട്. പക്ഷേ അതിലല്ലെങ്കിൽ നമുക്കിത് അതിലെ സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്. ഈ വഴിയെ പോയിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാം. അവിടെ പോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. ചെറിയ കോട്ടേജൊക്കെ കാണുന്നുണ്ടോ ഇവിടെ? അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റേ ചെയ്യാം. ഒരു ദിവസത്തേക്ക് 2500 രൂപയാണ് ചാർജ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ഇതുപോലെ വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പാണ്. പക്ഷെ തൽക്കാലം അത് ക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങേ അറ്റത്തേക്ക് പോകണം കേട്ടോ, വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ. നല്ല വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്ക് പോകണം. ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ധാരാളമായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടന്നു പോകാനുണ്ട്, നടന്നു പോവാം.
അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ ഉള്ളൊരു വ്യൂ പോയിന്റിലേക്ക് വന്നു കേട്ടോ. നല്ലൊരു താഴ്വരയാണ്, താഴേക്ക് നല്ലൊരു താഴ്വാരമാണ്, അധികം മരങ്ങളൊന്നുമില്ല, കാണാൻ നല്ല ലുക്കുള്ളൊരു ഏരിയ ആണ്. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷേ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ താഴോട്ടുള്ളതാണ് ശരിക്കും കാൽവരി മൗണ്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം, അതായത് ഏകദേശം 60 സ്ക്വയർ കിലോമീറ്ററിൽ പരന്ന് കിടക്കുന്ന ആ ഒരു റിസർവോയറാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. അത് ഈ മലഞ്ചെരുവിൽ നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് മുതൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. നോക്കി, പിന്നെ നമുക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം, അതിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാം. കാഴ്ച അപ്പം അതനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആണല്ലേ. അത് സൂക്ഷിക്കണം കേട്ടോ, വരുമ്പോഴൊക്കെ നല്ല ഒരു താഴ്ചയാണ് ഇങ്ങനെ താഴോട്ട് അങ്ങ് വരെ കാണാം. അപ്പോൾ സംഗതി എന്നാണെങ്കിലും ഈ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ് കിടിലൻ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതിന് മാത്രം ക്രൗഡൊന്നുമില്ല. ഇവിടെ വന്ന് വരാനൊക്കെ വളരെ ഈസിയാണ്. വണ്ടി നമ്മുടെ ഇങ്ങനെ അറ്റം വരെ കാറും ജീപ്പും ഒക്കെ ബൈക്കും ഒക്കെ വരും. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. പിന്നെ വരുമ്പോൾ ഇച്ചിരി വെള്ളവും ഭക്ഷണമൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഒന്നും ഭക്ഷണമൊന്നും അവൈലബിൾ അല്ല. അല്ലാത്ത സീസൺ സമയത്തൊക്കെ കോവിഡിന് മുമ്പൊക്കെ ഇവിടെ ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ എന്താ വെച്ചാൽ വെള്ളവും ഭക്ഷണമൊക്കെ കരുതുക. കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വക സംഗതികളെല്ലാം കരുതിക്കൊണ്ട് വേണം വരാനായിട്ട്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് 6-7 കിലോമീറ്റർ ഉള്ളൂ ഇടുക്കി ഡാം. അവിടം വരെ ഇവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി മാസ്ക് വെച്ചേക്കാം, കൂടുതൽ ശ്രദ്ധിക്കാം. കമോൺ. കഴിഞ്ഞില്ലേ? പരിപാടി കഴിഞ്ഞോ? ഇനി എന്നാ പരിപാടി? നിങ്ങൾ പോവല്ലേ? എവിടെ? ഇടുക്കിടാം. എൻ്റെ മക്കളെ ഒന്നും പറയണ്ട, നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരൊറ്റ ഇറക്കം തുടങ്ങിയിട്ട് ദേ ഇവിടെ ഇടുക്കി ഡാമിൻ്റെ ഇവിടെ വന്നിട്ടാണ് നിന്നത്. ഇറക്കം എന്ന് പറഞ്ഞാൽ അന്യ ഇറക്കമായിരുന്നു. നിസ്സാര സമയം കൊണ്ട് നമ്മളിവിടെ എത്തി. ആ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലേ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ചെറുതോണി പോയിട്ട് പാസ് എടുത്തിട്ട് വന്നിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇനി പാസ് എടുത്തിട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇതാ ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേണല്ലേ, ഫോട്ടോഗ്രാഫി, മൊബൈൽ, സെൽഫോണ് സംഗതികളെല്ലാം പ്രൊഹിബൈറ്റഡ് ആണ്. അകത്തേക്ക് പ്രവേശനം പാസ് മൂലമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെ ചെറുതോണി പോയിട്ട് അവിടെ നിന്ന് പാസ് എടുത്തിട്ട് നമുക്ക് കയറാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കയറിയാലും ഞാൻ പറഞ്ഞില്ല വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഷൂട്ട് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇല്ല. പോട്ടെ, വല്ല ശാപ്പാടടിക്കാൻ വല്ല വകുപ്പുണ്ടോ നോക്കിയിട്ട് ഡാമിൻ്റെ വേറെ ഏതെങ്കിലും വ്യൂ ഉള്ളൊരു സ്പോട്ട് ഉണ്ടോയെന്നും കൂടി നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാം ഏകദേശം കാണാവുന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അത് നമുക്ക് ഡാമിൻ്റെ താഴ്ഭാഗത്ത് ഇറങ്ങിയാൽ ഈ ഇവിടെ വരെ, ഇവിടെ ഒരു ഗേറ്റാണ്, ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റും. ബാക്കിൽ കാണാം ഇടുക്കി ഡാം. ഭയങ്കര വലിയ ഡാമാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള വ്യൂ ആണ് ഇത് സംഭവം, സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്താ പറയുക, ലോകത്തിൽ തന്നെ വളരെ കുറച്ച് ആർച്ച് ഡാമുകളേ ഉള്ളൂ. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഡാമാണ് നമ്മുടെ ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അകത്തേക്ക് കയറാനും മേളിൽ കൂടെ കയറി വീഡിയോ ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ല കേട്ടോ. അതിപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ താഴ്ഭാഗത്ത് ഇവിടെ വരാം, ഈ ഗേറ്റ് വരെ നമുക്ക് വരാം, ഡാം കാണാം, പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഡാമിൻ്റെ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഇവിടെ വരെ ഉള്ളൂ പെർമിഷൻ. ഇതിപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് ഈ ഡാമിൻ്റെ ചുവട്ടിലേക്ക് വന്നതാണ്. ഇതുണ്ടല്ലോ, ഇത്ര ഉയരത്തിൽ നിൽക്കുകയാണ് ഡാം. ഇവിടെ ശരിക്കും ഫോട്ടോഗ്രാഫി ഒന്നും അങ്ങോട്ട് അകത്തേക്ക് അലൗഡല്ല. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും വേറെ കടകളൊന്നും കണ്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇവിടുന്ന്. ഇത് എൻ്റെ പുറകെ കാണാം ഹോട്ടൽ എവറസ്റ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നി അതൊന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. നല്ല ഒന്നാം തരം ഫുഡ്, അതായത് നല്ല ഒന്നാം തരം കുത്തരി ചോറും നല്ല ഡാമിലെ വരാലും മീൻ കറിയും കൂടാതെ നല്ല കട്ട തൈരും ഒക്കെ കൂടിയ ഒരു അടിപൊളി കോമ്പിനേഷനായിരുന്നു.
അഖിൽ കാറിനകത്ത് ശാപ്പാടൊക്കെ അടിച്ച് AC ഒക്കെ ഇട്ട് കിടപ്പാം. പിന്നെ ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആണല്ലേ, ഇവിടെയാണ് മറ്റേ കമോണ്ട്ര മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ഓർമ്മയില്ലേ? പിള്ളേരൊക്കെ ക്രിക്കറ്റ് കളിയാ. ഈ ഗ്രൗണ്ടാട്ടോ അത്. ഇവിടെയാണ് ആ സംഭവം നടന്നത്. അതെ, അവിടെ നമുക്ക് മേളിൽ കാണാം ഇടുക്കി ഡാം. അപ്പം അതാണ് സംഗതികളൊക്കെ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ ഞെക്കി പൊട്ടിക്കുക. എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, തെറിവിളി ഒഴികെ എന്തും നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഇതോടെ റെസ്റ്റ് എടുത്തോടെ പോയേക്കാം. ശരി. കാൽവരി മൗണ്ട് എന്ന് പറയുന്നൊരു സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ബ്രദർ അഖിലും എടുത്ത് കയറിയില്ലേ. എന്തുവാടേ, ഇറങ്ങി വരണ്ടേടേ. ഷോ